ഡെയിലി കറണ്ട് അഫയേഴ്സ് അനാലിസിസ് UPSC സിവിൽ സർവീസ് എക്സാമിനെ സംബന്ധിച്ച് വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പോൾ ദിവസവും കറണ്ട് അഫയേഴ്സ് അനാലിസിസ് കണ്ട് മനസ്സിലാക്കി പഠിച്ച് മുന്നോട്ട് പോകാനാണെങ്കിൽ നിങ്ങൾക്ക് യൂട്യൂബിലെ ലേണേഴ്സിൻ്റെ മെമ്പർ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാൻ വേണ്ടി പറ്റും. അപ്പോൾ ലേണേഴ്സ് യൂട്യൂബ് ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ആ സബ്സ്ക്രൈബ് ബട്ടൻ്റെ തൊട്ടടുത്തായിട്ട് ജോയിൻ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു ബട്ടൺ കാണാൻ പറ്റും. ഈ ഒരു ജോയിൻ ബട്ടൺ ക്ലിക്ക് ചെയ്ത് മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങൾക്ക് കറണ്ട് അഫയേഴ്സ് അനാലിസിസുകൾ മലയാളത്തിൽ എല്ലാ ദിവസവും കാണാൻ വേണ്ടി പറ്റും. അടുത്തൊരു വാർത്ത ഗ്രാവിറ്റേഷണൽ വേവുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ വേവുകളെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് സയന്റിസ്റ്റുകൾ ശ്രമിക്കുന്നുണ്ട്. അപ്പോൾ എന്താണ് ഗ്രാവിറ്റേഷണൽ വേവ്, അതിനെ ഡിറ്റക്ട് ചെയ്യുന്ന എന്താണ് അതിന്റെ ഇമ്പോർട്ടൻസ് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കാൻ വേണ്ടി പോകുന്നത്. അപ്പോൾ റിസർച്ചേഴ്സ് ഗ്രാവിറ്റേഷണൽ വേവ് ഡിറ്റക്ട് ചെയ്യുന്നുണ്ട്. ഗ്രാവിറ്റേഷണൽ വേവ് ബാക്ക്ഗ്രൗണ്ട് ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടുള്ള എഫേർട്ട് എടുക്കുന്നതാണ്. അപ്പോൾ ഈ ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രപഞ്ചത്തിലെ ബ്ലാക്ക് ഹോളുകൾ മേർജ് ചെയ്യുന്ന സമയത്തോ അല്ലെങ്കിൽ ബ്ലാക്ക് ഹോളുകൾ കൊളൈഡ് ചെയ്യുന്ന സമയത്തോ ഒക്കെയാണ് ഗ്രാവിറ്റേഷണൽ വേവുകൾ വരുന്നതായിട്ടുള്ളത്. അതിനു വേണ്ടിയിട്ട് മീർക്കാറ്റ് പൾസർ ടൈമിംഗ് അറേ സ്റ്റഡി യൂസ് ചെയ്തിട്ടാണ് അവർ ഈ ഒരു ഗാലക്റ്റിക് സ്കെയിൽ ഡിറ്റക്ടർ ഉണ്ടാക്കാൻ വേണ്ടി ശ്രമിക്കുന്നത്. അതായത് പ്രപഞ്ചത്തിലുള്ള ഗ്രാവിറ്റേഷണൽ വേവുകളെ ഡിറ്റക്ട് ചെയ്യുന്നതിന് വേണ്ടിയിട്ടും മറ്റുമൊക്കെയാണ് ഈ ഒരു സംഭവം ചെയ്യുന്നതെന്ന് ഓർത്ത് വെക്കണം. അപ്പോൾ എന്താ ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറഞ്ഞാൽ? വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തരംഗം. നമ്മളിപ്പം ഒരു വെള്ളത്തില് ഒരു കല്ലിടുകയാണെങ്കിൽ അവിടെ റിപ്പിൾസ് ഡെവലപ്പ് ആവും അല്ലെ, ഇങ്ങനെ വേവ്സ് രൂപപ്പെടും. അപ്പൊ ഇതിനെയാണ് തരംഗം എന്ന് വിളിക്കുന്നതായിട്ടുള്ളത്. അപ്പൊ നമുക്ക് വെള്ളത്തിൽ ഇത് കാണാൻ പറ്റും. ഇതേപോലെ നമ്മുടെ സ്പേസ് എന്ന് പറയുന്നതും ഇതേപോലുള്ളതാണ്. അപ്പൊ അതിൽ എന്തെങ്കിലും പെട്ടെന്നൊരു മൂവ്മെന്റ് ഉണ്ടാകുമ്പോൾ അതിൽ തരംഗങ്ങൾ രൂപപ്പെടും എന്നാണ് പറയുന്നതായിട്ടുള്ളത്. പെട്ടെന്നുള്ള മൂവ്മെന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ ഭൂമി മൂവ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടല്ലേ, അത് തരംഗങ്ങൾ രൂപപ്പെടുന്ന വെച്ചാൽ വളരെ ചെറിയ തരംഗങ്ങൾ, നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പോലും പറ്റാത്ത തരംഗങ്ങൾ ഉണ്ടാവും. പക്ഷെ വലിയ ഇമ്പാക്റ്റുകൾ ഉണ്ടാവും. ഉദാഹരണത്തിന് വലിയ ഇമ്പാക്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രണ്ട് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ കൊളൈഡ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ഗാലക്സികൾ തമ്മിൽ മെർജ് ചെയ്യുക. അപ്പോൾ വലിയ റിപ്പിൾസ് ഉണ്ടാവാം. ആ റിപ്പിൾസിനെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റാമെന്നുള്ളതാണ്. അപ്പോൾ ഗ്രാവിറ്റേഷണൽ വേവ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഒരു സ്പേസ് ടൈം ഫാബ്രിക്കിൽ മാസീവ് ആയിട്ടുള്ള കോസ്മിക് ഈവന്റുകൾ ഉണ്ടാവുമ്പോൾ ഉണ്ടാവുന്ന ഡിസ്റ്റോർഷൻസ് ആണ് എന്ന് കൂടി ഓർത്ത് വെക്കണം. അത് ഡിഫറെന്റ് ഫ്രീക്വൻസീസിലുണ്ട്. ലോ ഫ്രീക്വൻസി ഉണ്ട്, സൂപ്പർ മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ എന്നാണ് ഇത്തരത്തിലുള്ള ഈ ഒരു ഡിറ്റക്റ്റബിൾ ആയിട്ടുള്ള ലോ ഫ്രീക്വൻസി വേവ്സ് വരുന്നതായിട്ടുള്ളത്. ഹൈ ഫ്രീക്വൻസി വേവ്സ് വരുന്നത് വെച്ചാൽ സ്മോൾ ബ്ലാക്ക് ഹോളുകൾ എന്നാണ് ഓർത്ത് വെക്കുകയാണ്. ഇത് ഓൾറെഡി നമ്മൾ ഡിറ്റക്ട് ചെയ്തിട്ടുണ്ട് എന്നുകൂടി ഓർത്ത് വെക്കേണ്ടതായിട്ടുണ്ട്. അപ്പം നമ്മൾ ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സ്ലോവർ ആയിട്ടുള്ള എന്നാൽ വളരെ പവർഫുൾ ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സുകളെ നമുക്ക് ഡിറ്റക്ട് ചെയ്യാൻ പറ്റും എന്ന് നമുക്ക് മനസ്സിലാക്കേണ്ടത്. ഇതിപ്പോൾ രണ്ട് ബ്ലാക്ക് ഹോളുകളാണ്, ഇവ മേർജ് ചെയ്യുന്ന സമയത്ത് അതൊരു വലിയ സ്പേസ് ഈവന്റ് ആണ്. ആ ഒരു സമയത്ത് ഗ്രാവിറ്റേഷണൽ വേവ്സിനെ വരും എന്നുള്ളതാണ്. അപ്പോൾ ഈ ഒരു വേവ്സിനെ കുറിച്ചും അതിന്റെ ബിഹേവിയറിനെ കുറിച്ചും പഠിക്കാൻ വേണ്ടി ശ്രമിക്കുന്നുണ്ടെന്ന് ഓർത്ത് വെക്കാം. അപ്പോൾ ഇവിടെ സൂപ്പർ മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോളുകൾ, ഈ ബ്ലാക്ക് ഹോളുകൾ എന്ന് പറഞ്ഞാൽ നമ്മുടെ സൂര്യന്റെ ഒക്കെ 100 കോടി മടങ്ങൊക്കെ വലിപ്പമുള്ളതാണ് ഈ ബ്ലാക്ക് ഹോൾ. അതിന്റെ മാസ് അത്രയും ഉണ്ടാവും എന്ന് ഓർത്ത് വെക്കുക. പലപ്പോഴും ഗാലക്സികളുടെ സെന്ററുകളിലൊക്കെ ഇത്രയും വലിയ ബ്ലാക്ക് ഹോളുകളാണ് ഉണ്ടാവുക. അപ്പോൾ ഇത്തരത്തിലുള്ള ഗാലക്സികളുടെ മേർജർ ഉണ്ടാവുന്ന സമയത്ത് രണ്ട് ഗാലക്സികൾ മേർജ് ചെയ്യുക, അല്ലെങ്കിൽ രണ്ട് ബ്ലാക്ക് ഹോളുകൾ തമ്മിൽ മേർജ് ചെയ്യുമ്പോഴൊക്കെയാണ് ഇത്തരത്തിലുള്ള ഗ്രാവിറ്റേഷണൽ വേവ്സ് വരുന്നതായിട്ടുള്ളത്. അപ്പോൾ ഗാലക്സീസ് മേർജ് ചെയ്യുന്ന സമയത്ത് ഗ്രാവിറ്റേഷണൽ വേവ്സ് ഉണ്ടാവും. ഇത് ഈ സൂപ്പർ മാസീവ് ആയിട്ടുള്ള ബ്ലാക്ക് ഹോളുകൾ അടുത്ത് മൂവ് ചെയ്യുന്ന സമയത്ത് വളരെ പവർഫുൾ ആയിട്ടുള്ള ഗ്രാവിറ്റേഷണൽ വേവുകൾ റിലീസ് ചെയ്യും എന്ന് കൂടി ഓർത്ത് വെക്കേണ്ടതാണ്. അപ്പോൾ ഇതിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് പൾസാർസിനെ ഉപയോഗിക്കാൻ വേണ്ടി, പൾസാർസ് എന്ന് പറഞ്ഞാൽ പൾസേറ്റിംഗ് സ്റ്റാർസ് എന്ന രീതിയിൽ പറയാം. പൾസേറ്റിംഗ് സ്റ്റാർ എന്ന രീതിയിൽ പറയാൻ പറ്റും. അതായത് നിശ്ചിത ഇടവേളകളിൽ മാത്രം പ്രകാശം പുറപ്പെടുവിക്കുന്ന സ്റ്റാർസിനെ നമുക്ക് പൾസാർസ് എന്ന് വിളിക്കാം. അതായത് ഇതിനെ റൊട്ടേറ്റിംഗ് ന്യൂട്രോൺ സ്റ്റാർസ് എന്ന് വിളിക്കാം. ഇതൊരു കൺസിസ്റ്റന്റ് ആയിട്ടുള്ള ഗ്യാപ്പിലാണ് റേഡിയേഷൻ പൾസുകളെ എമിറ്റ് ചെയ്യുക. അതുകൊണ്ട് തന്നെ നമുക്ക് വേണമെങ്കിൽ ഇതിനെ ഒരു ക്ലോക്കിനെ പോലെ യൂസ് ചെയ്യാൻ വേണ്ടി പറ്റും. അതായത് 10 റേഡിയേഷൻ വന്നു എന്നുള്ള രീതിയിൽ. അതുകൊണ്ട് തന്നെ ഇതിനെ കോസ്മിക് ക്ലോക്കുകൾ എന്ന് ഈ ഒരു പൾസാർസിനെ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള ഈ ഒരു സ്പേസ് ടൈം ഫാബ്രിക്കിൽ ഉണ്ടാകുന്ന ഡിസ്റ്റോർഷൻസിനെ കുറിച്ച് മനസ്സിലാക്കാൻ, അതായത് ഗ്രാവിറ്റേഷണൽ വേവ്സിനെ കുറിച്ച് മനസ്സിലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കോസ്മിക് ക്ലോക്കുകളെ അല്ലെങ്കിൽ പൾസാർസിനെയാണ് യൂസ് ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കുന്നതാണ്. അപ്പോൾ ഇത്തരത്തിൽ നമുക്ക് ഈ ഒരു ഗ്രാവിറ്റേഷണൽ വേവ്സിനെ ഡിറ്റക്ട് ചെയ്യാൻ വേണ്ടി പറ്റുകയാണെന്നുണ്ടെങ്കിൽ ഇൻഡിവിജ്വൽ വേവ്സിനെ ഡിറ്റക്ട് ചെയ്യുന്നതിന് കാരണം നമുക്ക് ആ ഒരു മൊത്തം കോസ്മിക് ഓഷ്യൻ എന്ന രീതിയിൽ മൊത്തം നമ്മുടെ പ്രപഞ്ചത്തിലുള്ള മൊത്തം വേവ്സിനെ ഡിറ്റക്ട് ചെയ്താലാണ് നമുക്ക് കോസ്മിക് ഓഷ്യൻ ഗ്രാവിറ്റേഷണൽ വേവ്സ് എന്ന് പറയുന്ന ഒരു കംപ്ലീറ്റ് ഹിസ്റ്ററി കിട്ടുക എന്ന് കൂടി ഓർത്ത് വെക്കണം. അപ്പോൾ ഇതിനു വേണ്ടി ഉപയോഗിക്കുന്ന ടെക്നോളജി അല്ലെങ്കിൽ ടെലിസ്കോപ്പ് എന്ന് പറയുന്നത് മീർക്കാറ്റ് എന്ന് പറയുന്ന റേഡിയോ ടെലിസ്കോപ്പ് ആണ്. ഇത് ഒരു അറേ ഓഫ് റേഡിയോ ടെലിസ്കോപ്പ് ആണെന്ന് പറയാൻ വേണ്ടിയിട്ടും ഇത് സൗത്ത് ആഫ്രിക്കയിലെ നോർത്തേൺ കേപ്പ് പ്രൊവിൻസിലാണ് ഇത് ലൊക്കേറ്റ് ചെയ്തത്. കുറേ റേഡിയോ ടെലിസ്കോപ്പുകളുടെ ഒരു അറേ ആണ്. അപ്പോൾ ഇതിനെ കാരോ അറേ ടെലിസ്കോപ്പ് ആണെന്നാണ് നേരത്തെ വിളിച്ചിട്ടുണ്ടായിരുന്നത്. ഏകദേശം 20ഓളം റിസപ്റ്റേഴ്സ് ആണ് ഈ ഒരു ടെലിസ്കോപ്പിനുള്ളത്. അപ്പോൾ സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ് ഇതിന്റെ കപ്പാസിറ്റി ബിൽഡ് ചെയ്യാനും റിസപ്റ്റേഴ്സ് 64 എണ്ണ, ഇതാ ഓരോന്നിനെയാണ് റിസപ്റ്റേഴ്സ് എന്ന് പറയുന്നത്,
64 റിസപ്റ്റേഴ്സ് ആക്കി വർദ്ധിപ്പിക്കാൻ ശ്രമിച്ചപ്പോഴാണ് ഇതിനെ മീർ കാറ്റ് എന്ന് വിളിക്കുന്നത്, മോർ ഓഫ് കാറ്റ് എന്ന രീതിയിൽ. ഇതിൽ സൗത്ത് ആഫ്രിക്കയുടെ കോൺട്രിബ്യൂഷൻ വളരെ ഇമ്പോർട്ടന്റ് ആണ്. പ്രത്യേകിച്ച് ഗ്ലോബൽ ലെവലിൽ ഇത്തരത്തിൽ ഒരു സ്ക്വയർ കിലോമീറ്റർ അറേ പ്രൊജക്ട് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതായത് ലോകത്തിലെ തന്നെ വൺ ഓഫ് ദ ലാർജസ്റ്റ് ആൻഡ് മോസ്റ്റ് സെൻസിറ്റീവ് റേഡിയോ ടെലിസ്കോപ്പ് സിസ്റ്റം ആണ് ഈ ഒരു സ്ക്വയർ കിലോമീറ്റർ അറേ പ്രൊജക്ട് എന്ന് പറയുന്നത്. അതിലേക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ടാണ് കൂടുതൽ അറേസ് സൗത്ത് ആഫ്രിക്കൻ ഗവൺമെന്റ് ഫിക്സ് ചെയ്തിട്ടുള്ളതെന്ന് കൂടി ഓർത്ത് വെക്കണം തന്നെ. അപ്പൊ ഇത് നേരത്തെ സ്ക്വയർ കിലോമീറ്റർ അറേ എന്ന് പറയുന്നതിന്റെ ഒരു മിഡ് ഫ്രീക്വൻസി പെർക്രസ് ആയിട്ടൊക്കെ ആക്ട് ചെയ്തിട്ടുണ്ടായിരുന്നു എന്ന്. അപ്പൊ സ്പേസിൽ നിന്നുള്ള റേഡിയോ സിഗ്നലുകൾ വരികയും അതിൽ നിന്നുള്ള ഇൻഫർമേഷൻ കളക്ട് ചെയ്യുകയാണ് ചെയ്യുന്നതെന്നും കൂടി ഓർത്ത് വെക്കുക. 64ഓളം ഡിഷുകളാണല്ലോ. ഓരോ ഡിഷിനും 13.5 മീറ്റർ ഡയമീറ്റർ ഉണ്ട്. രണ്ടെണ്ണം തമ്മിലുള്ള ഗ്യാപ്പ് 8 കിലോമീറ്റർ ആണെന്ന് കൂടി ഓർത്ത് വെക്കണതാണ് മാക്സിമം സെപ്പറേഷൻ എന്ന് പറയുന്നത്. ഈ ഒരു സിഗ്നലുകൾ സബ്ടെറൈൻ പ്രോസസ്സർ വെച്ച് പ്രോസസ് ചെയ്തിട്ടൊക്കെയാണ് ടെലിസ്കോപ്പുകൾ കളക്ട് ചെയ്തെടുക്കുന്നതായിട്ടുള്ളത്. ഓർത്ത് വെക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ മോസ്റ്റ് പവർഫുൾ ആയിട്ടുള്ള റേഡിയോ ഇന്റർഫെറോമീറ്റർ, ഈ ഒരു സെന്റിമീറ്റർ വേവ് ലെങ്ത് ഉള്ള ഈ ഒരു ഇന്റർഫെറോമീറ്ററുകളൊക്കെ ഈ ഒരു ടെലിസ്കോപ്പുകളിലാണ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുള്ളതെന്നും കൂടി ഓർത്ത് വെക്കുക. അപ്പൊ ഇത്രയും ടോപ്പിക്കുകളാണ് ഇന്നേ ദിവസം ഡിസ്കഷൻ ആയിട്ടുള്ളത്. കൃത്യമായിട്ട് മനസ്സിലാക്കുക, കൃത്യമായിട്ട് റിവിഷൻ ചെയ്യുക. ഓൾ ദി ബെസ്റ്റ്. ദി ഹിന്ദുവിന്റെ ഇന്നത്തെ വിശകലനം കണ്ടതിന് നന്ദി. നിങ്ങൾക്ക് ഇത് സഹായകരമായെന്ന് വിശ്വസിക്കുന്നു. ഇന്നത്തെ ബാക്കിയുള്ള വാർത്തകളുടെ വിശകലനത്തിനു വേണ്ടി ഞങ്ങളുടെ ന്യൂസ് അനാലിസിസ് ക്ലാസ്സിൽ ജോയിൻ ചെയ്ത് പഠിക്കാവുന്നതാണ്. ഒരു മാസം വെറും 159 രൂപയ്ക്ക് നിങ്ങളുടെ UPSC തയ്യാറെടുപ്പിന് ആവശ്യമായ എല്ലാ പ്രധാന വിശദാംശങ്ങളും ഉൾക്കൊള്ളുന്ന ഒരു സമഗ്രമായ ന്യൂസ് അനാലിസിസ് നിങ്ങൾക്ക് മലയാളത്തിൽ ലഭിക്കും. കൂടാതെ സിവിൽ സർവീസിനു വേണ്ടിയുള്ള ജനറൽ സ്റ്റഡീസ് ക്ലാസുകൾ കൂടി മലയാളത്തിൽ മനസ്സിലാക്കി പഠിക്കാൻ ഞങ്ങളുടെ ലേണേഴ്സ് അൺലിമിറ്റഡ് ക്ലാസ്സിൽ ജോയിൻ ചെയ്യാം. മാസം വെറും 1500 രൂപയ്ക്ക്.